ദേശാഭിമാനി മെയ് 5 തിങ്കൾ. വാർത്തകൾ വായിക്കുന്നത് KT ബാലകൃഷ്ണൻ സനോര. പ്രധാന വാർത്തകൾ. അതിർത്തി സംഘർഷഭരിതം. പാകിസ്ഥാനിലേക്കുള്ള വെള്ളം തടഞ്ഞു. ജലം നദിയിലെ കിഷൻഗംഗ അണക്കെട്ടിന്റെ ഷട്ടറും താഴ്ത്തും. 260 കോടിയുടെ റഷ്യൻ മിസൈലുകൾ ഇന്ത്യയിലെത്തി. കാശ്മീരിൽ ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞു. JCO അടക്കം 3 സൈനികർക്ക് ദാരുണാന്ത്യം. തൊടാനാകില്ലെന്ന് സുധാകരൻ. കോൺഗ്രസിൽ യുദ്ധകാഹളം. സംസ്ഥാനത്ത് സംവരണം നിശ്ചയിച്ചു. 602 തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വനിതാ അധ്യക്ഷർ. സംസ്ഥാനത്ത് വാക്സിൻ സമിതി ഉടൻ ചേരും. കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ അപകട കാരണം ബാറ്ററി തകരാർ. തമിഴ്നാട്ടിൽ വാനും ബസും കൂട്ടിയിടിച്ച് 4 മലയാളികൾ മരിച്ചു. 3 പേർക്ക് പരിക്കേറ്റു. നീറ്റിന് കൃത്രിമ ഹാൾ ടിക്കറ്റ്. വിദ്യാർത്ഥിയും അമ്മയും കസ്റ്റഡിയിൽ. അവീവിൽ ഹൂതി ആക്രമണം. ശുഭം ഒറ്റ റൺ. IPL-ൽ രാജസ്ഥാൻ റോയൽസിനെ ഒറ്റ റണ്ണിന് കൊൽക്കത്ത വീഴ്ത്തി. വാർത്തകൾ വിശദമായി. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള നടപടികളുടെ ഭാഗമായി പാകിസ്ഥാനിലേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് നിയന്ത്രിച്ചു ഇന്ത്യ. ചെനാബ് നദിയിലെ ബഗ്ലിഹർ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തിയാണ് പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് കുറച്ചത്. കിഷൻഗംഗ അണക്കെട്ടിന്റെ ഷട്ടർ താഴ്ത്തി ജലം നദിയിലെയും ഒഴുക്ക് നിയന്ത്രിക്കാൻ നീക്കമുണ്ട്. സിയാൽകോട്ടിന് സമീപമുള്ള നദിയിൽ ജലനിരപ്പ് താഴ്ന്നതും ഇന്ത്യ വെള്ളം പിടിച്ചുവെക്കുന്നതായും പാകിസ്ഥാൻ ആരോപിച്ചു. ഇതിനിടെ പഹൽഗാമിൽ കൂട്ടക്കൊല നടത്തിയ ഭീകരർ പാകിസ്ഥാനിലേക്ക് കടന്നതായി റിപ്പോർട്ട്. പാക് സ്വദേശികളായ 2 ഭീകരരും അവരെ സഹായിച്ച മറ്റ് 3 ഭീകരരും പാക് അധീന കാശ്മീരിൽ നീലം താഴ്വരയിലേക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AC സിംഗ് കൂടിക്കാഴ്ച നടത്തി. ശനിയാഴ്ച നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയും ഏപ്രിൽ 30-ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര വേദിയും പ്രധാനമന്ത്രിയെ സന്ദർശിച്ചിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് കാരണമായ ഗുരുതര വീഴ്ച അന്വേഷിച്ച് ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ഉചിതമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കണമെന്നും CPM പോളിറ്റ് ബ്യൂറോ ആവശ്യപ്പെട്ടു. CPM പ്രതിനിധി സംഘം 12, 13 തീയതികളിൽ കാശ്മീർ സന്ദർശിക്കും. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും തന്നെ മാറ്റാൻ ശ്രമിക്കുന്നവർക്കെതിരെ ആഞ്ഞടിച്ച് K. സുധാകരൻ. ആരെങ്കിലും വിചാരിച്ചാൽ തന്നെ തൊടാനാകില്ലെന്ന് പരസ്യമായി വെല്ലുവിളിച്ചു. KPCC പ്രസിഡന്റ് പദവിയെ ചൊല്ലിയുള്ള തർക്കം യുദ്ധകാഹളമുയർത്തിയതോടെ ഹൈക്കമാൻഡ് ആശങ്കയിലായി. അതിനിടെ രമേശ് ചെന്നിത്തലയും K. മുരളീധരനും ശശി തരൂർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുധാകരന് പരസ്യ പിന്തുണയുമായി രംഗത്തെത്തി. അച്ഛന്റെ വഴിയെ ജീവൻ ഒടുക്കേണ്ടി വരുമെന്ന് കോൺഗ്രസിന്റെ വഞ്ചനക്കിരയായി ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ കുടുംബം. കോൺഗ്രസ് നേതാക്കൾ വഞ്ചിച്ചെന്നും തങ്ങൾ തെരുവിൽ അലയേണ്ടി വരുമെന്നും മകൻ വിജേഷും മരുമകൾ പത്മജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. ജീവിത വേദനകളിൽ തളരാതെ ചക്കർ കസേരയിലിരുന്ന് നാടിന് അക്ഷര വെളിച്ചം പകർന്ന സാമൂഹ്യ പ്രവർത്തക KV റാബിയ അന്തരിച്ചു. 1 മാസമായി കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അല്പം ഭേദപ്പെട്ടതിനെ തുടർന്ന് ശനിയാഴ്ച വൈകിട്ട് മമ്പുറത്തെ സഹോദരിയുടെ വീട്ടിലേക്ക് മാറ്റി. ഞായറാഴ്ച രാവിലെ 9-ഓടെ രോഗം മൂർച്ഛിച്ചു. 9-ഓടെ മരിച്ചു. മൃതദേഹം ഔദ്യോഗിക ബഹുമതികളുടെ തിരൂരങ്ങാടി നടുവിലെ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും സംവരണം ചെയ്ത് അധ്യക്ഷരുടെ എണ്ണം നിശ്ചയിച്ചു. 941 പഞ്ചായത്തുകളിൽ 471-ലും സ്ത്രീകൾ പ്രസിഡന്റാകും. 416 പഞ്ചായത്തിൽ പ്രസിഡന്റ് പദത്തിൽ സംവരണമില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലെ UPS പൊട്ടിത്തെറിക്കാനിടയായത് ബാറ്ററി തകരാറെന്ന് പ്രാഥമിക നിഗമനം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. ഫലം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ മുഖേന സർക്കാരിന് കൈമാറി. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ പുക ഉയർന്നപ്പോൾ രോഗികളെ മാറ്റുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് വിലയിരുത്തൽ. മാനദണ്ഡങ്ങൾ പാലിച്ച് കൃത്യമായ സംവിധാനങ്ങളിലൂടെയാണ് രോഗികളെ മറ്റു ബ്ലോക്കുകളിലേക്കും മാറ്റിയെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി. കേന്ദ്ര സർക്കാരിൻ്റെ ഡ്രഗ്സ് ലാബിൽ പരിശോധിച്ച ഗുണമേന്മയുണ്ടെന്ന് രേഖപ്പെടുത്തുന്ന വാക്സിനാണ് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ഉപയോഗിക്കുന്നതെന്നും സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഭാരത് ബയോടെക് അടക്കമുള്ള മരുന്ന് നിർമ്മാണ കമ്പനികളിൽ നിന്നാണ് സംസ്ഥാനം പേവിഷബാധ പ്രതിരോധ വാക്സിൻ വാങ്ങുന്നത്. മന്ത്രി വീണ ജോർജ് അറിയിച്ചു. വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്ന സംഭവങ്ങൾ വിലയിരുത്താൻ സംസ്ഥാനത്ത് വാക്സിൻ സമിതി അടിയന്തരമായി ചേരും. സംസ്ഥാനത്ത് വാക്സിൻ വിതരണം ഏകോപിപ്പിക്കുന്ന സാങ്കേതിക വിദഗ്ധരുൾപ്പെട്ട കമ്മിറ്റിയാണ് ഇത്. ആരോഗ്യവകുപ്പ് അഡീഷണൽ സെക്രട്ടറി രജിൻ ഗോബർഗഡാണ് അധ്യക്ഷൻ. പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്വം നരേന്ദ്രമോദി ഗൗരവത്തോടെ കാണണമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട N. രാമചന്ദ്രന്റെ ഇടപ്പള്ളിയിലെ വീട്ടിൽ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു MA ബേബി. നിരോധിത മയക്കുമരുന്നുകളുടെ ഉപയോഗം വിൽപ്പനയും തടയുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പോലീസും എക്സൈസും നടത്തുന്ന ഓപ്പറേഷൻ ഡി ഹണ്ട് സ്പെഷ്യൽ ഡ്രൈവിൽ ശനിയാഴ്ച
154 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 163 പേർ കസ്റ്റഡിയിലായി. വേളാങ്കണ്ണി തീർത്ഥാടനത്തിന് പോയ 4 മലയാളികൾ തമിഴ്നാട്ടിൽ വാഹനാപകടത്തിൽ മരിച്ചു. തിരുവാരൂർ തിരുവുറൈപ്പുണ്ടി കുറുപ്പൻചേരിയിൽ ശനിയാഴ്ച പുലർച്ചെ 5:10 അപകടം. ജമാഅത്തുൽ ഉലമ കോർഡിനേഷൻ സംഘടിപ്പിച്ച ഭരണഘടനാ വഖഫ് സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സമസ്ത പ്രസിഡന്റ് ജഫ്രി മുത്തുക്കോയ തങ്ങൾ. മുസ്ലിം ലീഗ് എതിർപ്പിനെ തുടർന്ന് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യില്ലെന്ന് പ്രചാരണമുണ്ടായിരുന്നു. എന്നാൽ ഓൺലൈൻ വഴി ഉദ്ഘാടനം നിർവഹിച്ചു. നീറ്റ് UG എഴുതാൻ കൃത്രിമ ഹാൾ ടിക്കറ്റ് എത്തിയ തിരുവനന്തപുരം പാറശാല സ്വദേശിയെ വിദ്യാർത്ഥിനിയെയും അമ്മയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് നെയ്യാറ്റിൻകരയിലെ അക്ഷര സെന്ററിലുണ്ടായ കൃത്രിമമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക വിലയിരുത്തൽ. വഖഫ് ഭേദഗതി ബിൽ BJP സർക്കാർ വർഗീയ ധ്രുവീകരണത്തിനും ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കാനുള്ള ആയുധമാക്കിയെന്നും CPM പോളിറ്റ് ബ്യൂറോ. ബിൽ പ്രാബല്യത്തിൽ വന്നതോടെ രാജ്യത്ത് പല നഗരങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർഗീയ അക്രമങ്ങൾ ഉണ്ടായി. മുസ്ലിങ്ങളുടെ സ്വത്തുക്കൾ ലക്ഷ്യമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായത്. ഇനി ക്രിസ്ത്യൻ പള്ളികളുടെ സ്വത്തുക്കളാണ് ലക്ഷ്യമെന്ന് ചില BJP നേതാക്കൾ പ്രസ്താവനയിൽ നടത്തി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട CPM കേന്ദ്ര കമ്മിറ്റിയുടെ ഔദ്യോഗിക യോഗം ജൂൺ 1 മുതൽ 5 വരെ ഡൽഹിയിൽ നടക്കും. CPM രാജ്യസഭാ കക്ഷി നേതാവായി ജോൺ ബ്രിട്ടാസിനെ നിയമിച്ചു. വികാസ് രഞ്ജൻ ചൗധരി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് ഇത്. ജമ്മു കാശ്മീരിലെ റബാനിൽ ട്രക്ക് കൊക്കയിലേക്ക് മറിഞ്ഞ് ജൂനിയർ കമാൻഡിംഗ് ഓഫീസറടക്കം 3 സൈനികർക്ക് ദാരുണാന്ത്യം. ജമ്മുവിൽ നിന്നും ശ്രീനഗറിലേക്ക് പുറപ്പെട്ട സൈനിക വാഹന വ്യൂഹത്വമാണ് ദേശീയപാത 44 റബാനിലെ ബാറ്ററി ചാഷ്മിയിൽ പകൽ 11:30 അപകടത്തിൽപ്പെട്ടത്. ലോകവാർത്തകൾ. ഇസ്രയേലിന്റെ ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട വ്യോമ പ്രതിരോധ സംവിധാനത്തെ നിഷ്പ്രഭമാക്കി ടെൽ അവീവിലെ ബെൻ ഗൂറിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഹൂതി മിസൈൽ പതിച്ചു. റൺവേക്ക് 100 മീറ്റർ അകലെ 3ാം ടെർമിനലിന്റെ പാർക്കിംഗ് മേഖലയിൽ മിസൈൽ പതിച്ച് വൻ നാശനഷ്ടമുണ്ടായി. 6 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേൽ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിന് സമീപം മിസൈൽ ആക്രമണമുണ്ടായതിനെ തുടർന്ന് എയർ ഇന്ത്യ വിമാനം വഴിതിരിച്ചുവിട്ടു. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള ബിഷപ്പുമാരുടെ കോൺക്ലേവ് ബുധനാഴ്ച ആരംഭിക്കാനിരിക്കെ വത്തിക്കാനിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലായി. 9 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം അവസാനിച്ചു. 7-ന് കോൺക്ലേവ് ആരംഭിക്കും. കർദിനാൾമാർ നാളെ വത്തിക്കാനിലെ അതിഥി മന്ദിരത്തിലേക്ക് താമസം മാറ്റും. സിസ്റ്റീൻ ചാപ്പലിൽ അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയായി. സിംഗപ്പൂരിൽ 65 വർഷത്തിന് ഭരണത്തിലുള്ള പീപ്പിൾസ് ആക്ഷൻ പാർട്ടി PAP വീണ്ടും ഉജ്ജ്വല വിജയം നേടി. പ്രധാനമന്ത്രി ലോറൻസ് വോങ് നയിക്കുന്ന പാർട്ടി 66.6% വോട്ട് നേടി പാർലമെന്റിൽ 97 സീറ്റിൽ 87 സ്വന്തമാക്കി. ഇസ്രായേലിൽ സമ്പൂർണ്ണ ഉപരോധം തുടരുന്നതിനിടെ ഗാസയിൽ കൊടും പട്ടിണിയിലായ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ 3500 പേർ. കോഴിക്കോട് ജില്ലാ വാർത്തകൾ. ബീച്ചിൽ മേളകളുടെ നഗരിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് എൻ്റെ കേരളം പ്രദർശന വിപണനമേളയും കുടുംബശ്രീ ദേശീയ സരസ് മേളയും കണ്ട് ആസ്വദിക്കാനാണ് കടൽ തീരത്ത് ജനത്തിരക്കേറിയത്. എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായുള്ള സെമിനാറുകൾക്ക് തുടക്കമായി. ആ ദിനത്തിൽ നടന്ന പശ്ചാത്തല വികസനവും ടൂറിസം വളർച്ചയും സെമിനാർ PTA റഹീം MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിപണിയിൽ ആശ്വാസമേകി കൺസ്യൂമർ ഫെഡിന്റെ മെഗാ ത്രിവേണി സ്റ്റുഡൻസ് മാർക്കറ്റ് തുടങ്ങി. എല്ലാവിധ പഠനോപകരണങ്ങളുടെയും വിലക്കുറവിലും ഗുണമേന്മയിൽ ലഭ്യമാക്കുന്ന മാർക്കറ്റ് മുതലക്കുളത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. UPS ബാറ്ററി പൊട്ടിത്തെറിച്ചതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ ഉപയോഗപ്പെടുത്തി മെഡിക്കൽ കോളേജിനെതിരായി നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തണമെന്ന് LDF ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. മലബാറിലെ ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്രയമ മെഡിക്കൽ കോളേജിനെതിരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്ന നിക്ഷിപ്ത താൽപ്പര്യക്കാരെ തിരിച്ചറിയണമെന്ന് LDF ആവശ്യപ്പെട്ടു. കേരളത്തിൽ വിൽപ്പനയ്ക്കായി ശേഖരിച്ച വൻ മയക്കുമരുന്നുമായി 4 നാദാപുരം സ്വദേശികൾ ഉൾപ്പെടെ 8 പേർ ബംഗളൂരുവിൽ പിടിയിലായി. അരിക്കുളം പഞ്ചായത്ത് ദേശീയ സാംസ്കാരികോത്സവം ദൃശ്യം 2025 ഭാഗമായി കാളിയത്തുമുക്കിൽ ഉത്സവ പതാക ഉയർത്തി. പതാക പത്മശ്രീ മാണി മാധവ ചാക്യാരുടെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗം പത്മാവതി പഞ്ചായത്ത് പ്രസിഡന്റ് M സുഗതൻ കൈമാറി. കളിക്കളം വാർത്തകൾ. അവസാന ഓവർ ത്രില്ലറിൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 1 റൺ ജയം. ക്രീസിലുണ്ടായ രാജസ്ഥാൻ റോയൽസിന് ബാറ്റർ ശുഭം ദൂബെയ്ക്കും ജോഫ്രോ അലർജിക്കും ലക്ഷ്യം സാധ്യമായില്ല. വൈഭവിന്റെ 6 എറിഞ്ഞ അവസാനത്തെ ഓവറിൽ രാജസ്ഥാന് ജയിക്കാൻ 22 റൺ വേണ്ടിയിരുന്നു. 96 ദിവസങ്ങൾക്കും 78 മത്സരങ്ങൾക്കും ശേഷം കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ സെമി പോരാട്ടത്തിലേക്ക് കടക്കുന്നു. ബുധനാഴ്ച KCB മുത്തൂറ്റ് FCയെ, വ്യാഴാഴ്ച കേരള പോലീസിനും വയനാട് യുണൈറ്റഡിനെ നേരിടും. കാലാവസ്ഥ. 5 വർഷത്തിനിടെ മികച്ച മഴ ലഭിച്ച വേനൽക്കാലമാണ് ഇത്തവണത്തേത്. കാലാവസ്ഥാ വിദഗ്ധർ പറഞ്ഞു. മാർച്ച് 1 മുതൽ മെയ് 4 വരെ സംസ്ഥാനത്ത് പെയ്ത മഴ 214 മില്ലിമീറ്റർ മഴയാണ് ഇക്കാലയളവിൽ കിട്ടേണ്ടത്. 157.1 മില്ലിമീറ്റർ ആയിരുന്നു. മെയ് 4 ദിവസം 17.1 മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് പെയ്തത് 27.1 മില്ലിമീറ്റർ.
കേരളത്തിൽ ഒറ്റപ്പെട്ട മഴ വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് പ്രവചനം. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ബുധനാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് എന്നീ ജില്ലകളിൽ, വ്യാഴാഴ്ച പത്തനംതിട്ട, പാലക്കാട്, വയനാട് ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.